മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 9/8/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവാതിരയാണ് നക്ഷത്രം. തിരുവാതിര 3-ാം പാദം. സ്ത്രീ ജാതകമാണിത്. മേടലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, നീചനായി ശനി, 2 ശൂന്യം, 3-ൽ ചന്ദ്രൻ, 4-ൽ സൂര്യൻ, രാഹു, ബുധൻ, 5-ൽ ശുക്രൻ, 6 ശൂന്യം, 7-ൽ വിവാഹസ്ഥാനത്ത് കുജൻ, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ കേതു, 11 ശൂന്യം, 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉള്ള ഒരു ഗ്രഹനിലയാണത്. എന്തുകൊണ്ടാണത്? പ്രധാനമായും മേടലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ, ശക്തനായ കുജൻ വിവാഹസ്ഥാനമായിട്ടുള്ള 7-ൽ നിൽക്കുന്നു, ശുക്രൻ്റെ ക്ഷേത്രത്തിൽ. ലഗ്നത്തിൽ വ്യാഴം, ശനി. അതിലെ ശനി നീചനാണ് മേടത്തിൽ. തുലാത്തിൽ ശനി ഉച്ചം ചെയ്യുമ്പോൾ മേടത്തിൽ ശനി നീചം ചെയ്യുന്നു. അവിടേക്ക് രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ഗുളികൻ 12-ൽ നിൽക്കുന്നു. നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം 12-ൽ തന്നെയാണ്. പ്രസ്തുത ഗുളികൻ തൻ്റെ 2-ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക്, എന്ന് വെച്ചാൽ നീചനായ ശനി നിൽക്കുന്ന ഇടത്തേക്ക് നടത്തുന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. ആ ശനി രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ നീചനായി നിൽക്കുന്ന ശനി തൻ്റെ 3-ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 3-ലേക്ക് നടത്തുന്നു. ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 3, 7, 10 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ്. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് രാഹുവിൻ്റെയും ഗുളികൻ്റെയും സാന്നിധ്യം ശനിയോട് ചേർന്ന് ചന്ദ്രനിലേക്ക് എത്തുന്നു. മനസ്സിന് സമാധാനം എന്ന ഒരു കാര്യം ഉണ്ടാവില്ല. മാത്രവുമല്ല, ചന്ദ്രൻ നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. ചന്ദ്രന് പ്രത്യക്ഷത്തിൽ ശത്രുക്കളൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും ബുധനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ശത്രു തന്നെയാണ്. അതേപോലെ അപ്പോൾ മനസ്സ് അസ്വസ്ഥമായിരിക്കും, ബുദ്ധിമുട്ടുകളുണ്ടാകും, ടെൻഷൻ, കൺഫ്യൂഷൻ, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിൻ്റെ മലയാളം. ഉപരി ലഗ്നാധിപത്യം വഹിച്ച് വിവാഹസ്ഥാനമായിട്ടുള്ള 7-ൽ 7-ാം ഭാവാധിപൻ ശുക്രൻ പ്രണയവിവാഹമായിരുന്നു. ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ, സൂര്യൻ്റെ ക്ഷേത്രത്തിൽ, ചിങ്ങത്തിൽ നിൽക്കുന്നു. അവിടെ തന്നെ തർക്കങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശുക്രൻ പ്രണയ കാരകനാണ്, വിവാഹ കാരകനാണ്. 7-ാം ഭാവാധിപനൊക്കെ ശുക്രനായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പ്രണയവിവാഹങ്ങൾ നടക്കാറുണ്ട്. അതിൽ വിജയിക്കുന്നതുണ്ട്, പരാജയപ്പെടുന്നതുണ്ട്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് 7-ൽ നിൽക്കുന്ന കുജനിലേക്ക്, ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജനിലേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനി. എങ്ങനെയുള്ള ഗുളികൻ? രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ഗുളികൻ 2-ാം ദൃഷ്ടി ശനിയിലേക്ക് നടത്തുന്നു. പ്രസ്തുത ശനി തൻ്റെ 7-ാം ദൃഷ്ടി കുജൻ നിൽക്കുന്ന ഇടത്തേക്ക് നടത്തുന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അടിപിടി, അക്രമം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ്. തർക്കങ്ങൾ കൂടിയിരിക്കും, തർക്കപരിഹാരങ്ങൾ കുറഞ്ഞിരിക്കും, ഈഗോ ക്ലാഷസ് കൂടിയിരിക്കും. അടിസ്ഥാനപരമായിട്ട് മനസ്സിന് ഏതെങ്കിലും രീതിയിൽ സ്വസ്ഥതക്കേടുകൾ ഉണ്ടാകണമെന്നത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ശനിയുടെ ദൃഷ്ടി, വ്യാഴം അവിടെ സൈലൻ്റായിട്ട് നിൽക്കും. അതാണ് പറയുന്നത്, വ്യാഴം എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നപരിഹാരം അരുളുന്ന ആളാണ് വ്യാഴം. പ്രസ്തുത വ്യാഴം തന്നെ നീചനായ ശനിയോടൊത്ത് ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വ്യാഴത്തെ ആക്റ്റീവാക്കി എടുക്കുന്നതിന്. അതിനൽപ്പം ബുദ്ധിമുട്ടി പരിഹാരങ്ങൾ എടുത്ത് പോയാൽ മാത്രമേ അവിടെ വ്യാഴത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും നീചനായി നിൽക്കുന്ന ശനി 7-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അതിവിടെ എത്തുമ്പോൾ ഉച്ച ദൃഷ്ടിയാണ്. പക്ഷേ അവിടെ കുജൻ നിന്നോടുകൂടി അത് കുജമന്ത യോഗം ഇൻഡയറക്റ്റായിട്ട് വന്നു. എന്ന് വെച്ചാൽ അഗ്നിമാരുത യോഗം ഇൻഡയറക്റ്റായിട്ട് ഒരേ രാശിയിൽ കുജനും ശനിയും നിന്ന് കഴിഞ്ഞാൽ അതിനെ അഗ്നിമാരുത യോഗം എന്ന് വിളിക്കാം. തീയും കാറ്റും എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഇത്തരക്കാർക്ക് വിവാഹ ജീവിതം. അപ്പോൾ
ഇത്തരം ഗ്രഹനിലകളൊക്കെ പ്രണയിച്ചാൽ തന്നെയും അല്ലാതെ തന്നെയും കൃത്യമായിട്ട് ചേരുന്നതാണോ ചേർക്കാമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. അതല്ലാത്ത പക്ഷം 10-8 പൊരുത്തമുണ്ട് പഞ്ചാംഗപ്രകാരം എന്ന് പറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തല്ലും വഴക്കും അടിപിടിയും അക്രമവുമായിട്ട് സ്വസ്ഥതയും സമാധാനവുമില്ലാതെ ഒരായുസ് മുഴുവൻ ജീവിച്ച് തീർക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ തർക്കങ്ങളുണ്ടായി പിരിയാം. ഇതേതായാലും ബുദ്ധിമുട്ട് തന്നെയാണ്, സ്വസ്ഥതയില്ല എന്നർത്ഥം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 5-ൽ ശുക്രൻ, 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ ബുധനോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു. രാഹു മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് ഇപ്പോൾ ശനി ദശയാണ് നടക്കുന്നത്. ഗുളികൻ്റെ ദൃഷ്ടിയൊക്കെ ഏറ്റുവാങ്ങിയ നീചനായ ശനിയാണെങ്കിൽ ശക്തമായ ആക്രമണം ഉണ്ടാവും. പരസ്പരം ദൃഷ്ടിയാണ്. കുജൻ ശനിയെയും നോക്കുന്നു, അതുപോലെ തന്നെ ശനി കുജനെയും നോക്കുന്നു. ശനിദശ നോക്കുന്നു, ശനിദശ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശനിയെ സംബന്ധിച്ച് ഈ വ്യക്തി ആക്രമിക്കാൻ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി. അപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെ ദശപ്രകാരം, ദശയുടെ അധിപൻ പ്രകാരം ഉണ്ടാകും. അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിൽ തന്നെയുള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് 100% നിസ്സംശയം പറയേണ്ടി വരും. പ്രണയം പോലെ എളുപ്പമല്ല വിവാഹവും തുടർന്നുള്ള ജീവിതവും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഗ്രഹനില. പൊതുവേ ശനി കുജൻ 7ാം ഭാവവുമായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കണക്ഷനിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാൻ പറ്റുന്ന ഗ്രഹങ്ങളാണ്. 2 പേർക്കും കട്ടി സ്വഭാവം കുജൻ ശനി കൂടുതലാണ്. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അഗ്നിമാരുത യോഗം എന്ന് പറയുന്നത്. തീയിട്ടിട്ട് കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ആളിക്കത്തും. അതുകൊണ്ടാണ് അഗ്നിമാരുത യോഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റായിട്ട്. അതിവിടെ ഗുളികൻ പരമാവധി ആക്രമണം വീണ്ടും നടത്തും. കാരണം ഗുളികൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഗുളികൻ ശനി നല്ലൊരു കോമ്പിനേഷനേ അല്ല. ഗുളികനാണെങ്കിൽ രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. മാത്രവുമല്ല ശനി തൻ്റെ 3ാമത്തെ ദൃഷ്ടി മനസ്സിൻ്റെ കാരകഗ്രഹത്തിലേക്ക്, ചന്ദ്രനിലേക്ക് നടത്തുകയും ചെയ്യുന്നു. മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കണമെന്നതൊരു യോഗം തന്നെയാണ് അവിടെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 50-60 മാക്സിമം 40 to 60% വരെയെങ്കിലും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. 40 തൊട്ട് 60% വരെയെങ്കിലും. 60 കിട്ടിയാൽ മഹാഭാഗ്യം തന്നെയാണ്. അത് ചെയ്യുന്ന പരിഹാരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ചിട്ടപ്പെട്ട പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്ന് വെച്ചാൽ ഇത്തരം ഗ്രഹനിലകളിൽ അടിപിടി അക്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. 7ാം ഭാവാധിപൻ നിൽക്കുന്നത് ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ്. അതിൻ്റെ അധിപൻ നിൽക്കുന്നത് ഛായാഗ്രഹമായിട്ടുള്ള ശക്തനായിട്ടുള്ള രാഹുവിനോടൊത്താണ്. 7ൽ കുജനുണ്ട്. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനി ദൃഷ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അല്പം ടഫാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തിരുവാതിരയാണ് നക്ഷത്രം. രാഹുദശയിൽ ജനിച്ചു. 2004 വരെ രാഹു, അതിനുശേഷം വ്യാഴം 2020 വരെ, അതിനുശേഷം ശനി 2039 വരെ, അതിനുശേഷം ബുധൻ 2056 വരെ, ശേഷം കേതു 2063 വരെ, ശേഷം ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ ബുധനാണ് നടപ്പ് ദശ. എങ്ങനെയുള്ള ശനി എന്ന് നേരത്തെ വിശദമായി തന്നെ പറയുകയുണ്ടായി. 17-10-2023 തൊട്ട് 26-6-2026 വരെ ശനിയിൽ ബുധൻ, രാഹുവിനോടൊത്ത് നിൽക്കുന്ന ബുധനാണ്. ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് പറ്റിയ സമയം കൂടാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത്തരം ആളുകൾ പരിഹാരങ്ങൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നും തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.